പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവരെ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. നിങ്ങൾ പോയി ജോഷുവയോടും മോസസിനോടും പറഞ്ഞ ദൈവം, വിശേഷത്തിൻ്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് മുമ്പേ പോവുകയും ചെയ്യും. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആധ്യാത്മിക ജീവിതവും ദൈവ വളർച്ചയും, ദൈവ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വളർച്ചയല്ല, നമ്മളിലുള്ള ദൈവത്തിൻ്റെ വളർച്ച. ദൈവത്തെക്കുറിച്ച് അറിയുകയും അറിയുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ അവലംബം വെക്കും, ആശ്രയിക്കും. അതനുസരിച്ച് നമുക്ക് ഒരു ഔട്ട്കം കിട്ടും, റിസൾട്ട് കിട്ടും, ഒരു ബലം കിട്ടും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വളരുന്നത്. ദൈവവിശ്വാസം, കൃപാസനത്തിൻ്റെ ഒരു അപ്രോച്ച് രീതി അതാണ്. അതായത് നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തനത് ഫലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ഉടമ്പടിയുടെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളതായിട്ട് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തുന്നത്. സൊല്യൂഷൻ വെച്ചാൽ പരിഹാരം ഉള്ളതായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഒന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഇപ്പൊ വിശ്വാസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ കേവലമായിട്ട് ഒരിക്കലും നിൽക്കത്തില്ല. വിശ്വാസം ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക, ശക്തി പ്രാപിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഈ ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്. ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. അപ്പോൾ ഈ 65 വയസ്സിൻ്റെ വിശ്വാസമാണ് ഇത് ലെവൽ ചെയ്ത് വേണ്ടത്. പക്ഷേ ജീവിതമായത് കാരണം നമുക്ക് 65 വയസ്സുകാരന് 70 വയസ്സിൻ്റെ വിശ്വാസം. എങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞ കുതിര ജീവിതമാകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടാകണം. വിശ്വാസമില്ല നമ്മൾ വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ വണ്ടിയുടെ പുറകിലാണ് കുതിരയെങ്കിൽ എന്തു ചെയ്യും? കുതിരക്കും ഗുണമില്ല, വണ്ടിക്കും ഗുണമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്രോണോളജിക്കൽ ഇയറിനെ കവർ ചെയ്ത് കയറി നിൽക്കണം വിശ്വാസ വർഷമെന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫെയ്ത്ത് ഇയർ എപ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജിംനേഷ്യത്തിൽ നമ്മൾ വർക്കൗട്ട് എന്നാണ് പറയണത്. ആധ്യാത്മിക ജീവിതത്തിലും ഈ വർക്കൗട്ടുണ്ട്. വർക്കൗട്ട് ഇപ്പം ഞാൻ ഇന്നലെ ഒരു വർക്കൗട്ട് പറഞ്ഞില്ലേ നിങ്ങളോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഉന്നതനാക്കും എന്ന് പറയുന്ന ദൈവം ഉടനെ ചെയ്യണേ എന്താ? വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജോഷുവാനെ, ഇല്ലേ? എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. വെള്ളപ്പൊക്കത്തിലൂടെ ഗത്തുറ് ചെയ്യാൻ പറയും. അപ്പോൾ ഗത്തുറ് ചെയ്യാൻ പറയുമ്പോൾ വെള്ളപ്പൊക്കം കണ്ടാൽ ഭീരുവായി പിന്തിരിഞ്ഞു ഓടാതിരിക്കാൻ പറയും. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ ശക്തനും ധീരനുമായിരിക്കുക. അതിനർത്ഥം വെള്ളപ്പൊക്കം മുമ്പിൽ കണ്ടുകൊണ്ടാണ്, ജോർദാൻ നദി കരകവിഞ്ഞ് കൊയ്ത്തുകാലത്ത് ഒഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശക്തനും ധീരനുമായിരിക്കണം, അല്ലെങ്കിൽ നീ പകച്ചു പോകുമെന്ന് പറയണം. അപ്പോൾ ഓരോ രോഗങ്ങളും കടങ്ങളും ഉറ്റവരുടെ വേർപാടും മരണവും ഒക്കെ സംഭവിക്കും.
നമുക്ക് മുമ്പിൽ എന്തും സംഭവിക്കാം. ജീവിതം അതിൻ്റെ സ്വഭാവ ചേഷ്ടകളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പിന്തിരിഞ്ഞു വിടാതിരിക്കാനാണ് ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് കാരണം? നിന്നെ ഇതുവരെ നയിച്ച ദൈവം നിൻ്റെ മുമ്പേ പോകുന്നുണ്ടെന്ന്. വെള്ളപ്പൊക്കം അല്ല മുമ്പിൽ, ദൈവമാണെന്ന് ഓർക്കണം. നമ്മൾ പക്ഷെ കാണുന്ന വെള്ളപ്പൊക്കത്തെ ആയിരിക്കും. ഈ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ഇടയ്ക്ക് കാണാത്ത ദൈവത്തെ കാണുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ഇപ്പം പറഞ്ഞതുപോലെ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വചനം ഒന്നൊരു വായിച്ച്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഈ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അപ്പം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ കൃപാസനത്തിൽ ഒരു OETയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഉടമ്പടിയെക്കുറിച്ചും മറ്റ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ചും ഒക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടി എനിക്ക് കൂടുതൽ അറിയത്തില്ലാത്തത് കൊണ്ട് അത് എടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. പക്ഷേ അതിൽ എനിക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് 360 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 330 മാർക്കിന് ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത്. എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട് എ അതിലെനിക്ക് സമയം ഒരിക്കലും തികയാറില്ലായിരുന്നു. ഞാൻ എത്രയൊക്കെ നോക്കിയാലും എനിക്ക് അവിടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് അതിൻ്റെ സമയം ഒരിക്കലും എനിക്ക് തികയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് 2 എണ്ണമൊക്കെ വിടേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിനും ഫെയിലായി. വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുണ്ടായി. പക്ഷേ ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് 3 ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് ആദ്യം. അതിൻ്റെ അകത്ത് ഞങ്ങളൊരു 6 നിയോഗങ്ങൾ വെച്ചാൽ ഈ OETയുടെ കാര്യം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നിയോഗം വെച്ചതിൽ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഹൗസിങ്ങിന് അലവൻസൊക്കെ കിട്ടും. പക്ഷേ ഈ കോവിഡ് കാരണം ഞങ്ങൾക്ക് അലവൻസ് ഒന്നും 2 വർഷമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ മെസ്സേജ് വരികയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറിയിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് വരികാനുണ്ടായി. രണ്ടാമത്തെ ഒരു നിയോഗം എനിക്ക് ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. അവൻ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവൻ അവിടെ വെച്ച് തന്നെ വേറൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു പേപ്പർ വർക്കിനൊക്കെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ നിയോഗമായി വെച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ നിയോഗം വെച്ച് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അറിയുകയാണ് അവൻ്റെ എല്ലാം അപ്രൂവ് ആയെന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു നിയോഗം OET ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം OET ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും ഇതുപോലെ തന്നെ റീഡിങ് ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ എല്ലാവർക്കും ഓരോ അടയാളങ്ങളൊക്കെ നീ കാണിക്കുന്നുണ്ടല്ലോ. അതായത് 3ാമത് ഞാൻ എക്സാം എഴുതിയതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് മാത്രം എന്താ നീ അടയാളങ്ങളൊന്നും കാണിച്ചു തരാത്തത്, നീ ഒരു അടയാളം കാണിച്ചു തരണമേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്കൊരു മെയിൽ വരികയാണ്. അതിൻ്റെ അകത്തൊരു 360 എന്നുള്ളൊരു ഒരു നമ്പർ വരികയാണ്. അതെന്തോ ഈ ഒരു ട്രാവൽ ഏജൻസിയുടെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് കാണാൻ പറ്റത്തില്ല 360. പക്ഷേ മെയിനായിട്ടും നമ്മളത് നോക്കുമ്പോൾ 360 എന്നുള്ള അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ റീഡിങ്ങിൻ്റെ മാർക്ക് 360 പക്ഷേ വീണ്ടും ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത്.
പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നാട്ടിൽ മാർച്ചിൽ ഞങ്ങൾക്ക് വെക്കേഷനുണ്ട്. അപ്പോൾ മാർച്ചിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോയി എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നു. മാർച്ച് 7-ാം തീയതി, അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം മാർച്ച് 11-ാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം. ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഇടതുവശത്ത് മണി പിടിച്ച് നിൽക്കാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്കുണ്ടായി. ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എന്ത് പറ്റി, OET പാസ്സായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി. എത്ര പ്രാവശ്യം എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം എഴുതി, പക്ഷേ എനിക്ക് റീഡിങ് മാത്രം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ഈ പ്രാവശ്യം എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് മാതാവാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ ഞാൻ ഈ 11-ാം തീയതിയിലെ എക്സാമിന് പോയി. ഞാൻ ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഇതുപോലെ തന്നെ പാട്ടേ, അത് OET എഴുതുന്നവർക്കറിയാം, നമുക്ക് 15 മിനിറ്റ് കൊണ്ട് 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ആൻസറുകൾ കിട്ടുന്നു. എനിക്ക് 14 മിനിറ്റിൽ എൻ്റെ എല്ലാ ആൻസറുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 1 മിനിറ്റ് ബാക്കിയുണ്ട്. എനിക്ക് ആ 1 മിനിറ്റിൽ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിങ്ങോട്ട് നോക്കാനുള്ള ഒരു സമയം എനിക്ക് അവിടെ ലഭിച്ചു. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, മാതാവിൻ്റെ ഇന്നാണ് റിസൾട്ട്, ആ 11-ാം തീയതിയിലെ റിസൾട്ട് OETയുടെ വന്നത്. ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ റിസൾട്ട് നോക്കും. അങ്ങനെ ഇന്ന് റിസൾട്ട് വന്നു. ഞാൻ നോക്കി 360 മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി. എൻ്റെ പേര് ജോസ്ലിൻ. ഞാൻ തണ്ണീർമുഖത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ് എൻ്റെ മമ്മിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയും ഒക്കെ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്ത്, മോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനപ്പം എനിക്ക് ഉടമ്പടി എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ, ഞാനെന്താ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉടമ്പടിയൊന്നും എടുത്തില്ല. അപ്പോൾ കോവിഡിനൊക്കെ ശേഷം എൻ്റെ ചെറിയ മോൻ സ്കൂളിൽ പോകുമ്പം അവൻ എപ്പോഴും പനിയായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് ചുമ വന്നിട്ട് അവന് മാറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഉടമ്പടി, അമ്മ അപ്പോഴും എന്നോട് പറഞ്ഞു മോൾ പോയി ഉടമ്പടി എടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വന്ന് ഉടമ്പടി എടുക്കാം. ഞാൻ ആ സമയത്ത് ഞാൻ കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ തൈലവും തേനും ഒക്കെ എൻ്റെ കൊച്ചിന് കൊടുത്തും തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടിയും ഒക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനു മുമ്പ് ഞാൻ ഒരുപാട് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം ഉടമ്പടി തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ച ശേഷം എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അവൻ്റെ ചുമയൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഒരു സമയത്ത് അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, അമ്മ എൻ്റെ ചുമ എന്നാ മാറുന്നതെന്നൊക്കെ. അപ്പം ആ ചുമ അവന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. മാതാവ് വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ കൊച്ചിൻ്റെ ചുമ മാറ്റി തന്നു. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ബ്രദർ UK-യിലാണ്, അവനവിടെ പഠിക്കുവാണ്. അപ്പോൾ അവൻ്റെ പഠിത്തം തീരാറായി. അപ്പോൾ അവന് അടുത്തത് എന്ത് ചെയ്യണം, അവിടെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവന് ജോലിക്ക് വേണ്ടി നോക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് അവനൊരു ജോലി വേണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി, അതൊരു 5 റൗണ്ട്സ് ഉണ്ടായിരുന്ന ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് UK ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി അവൻ അവിടെ ജോലിക്കായിട്ട് കയറി.
പിന്നെ ഞാൻ കാനഡയ്ക്കുള്ള വിസയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അപ്പം ഒരു ഒക്ടോബർ 5-ാം തീയതി ആയപ്പം എനിക്ക് ഫസ്റ്റ് റിജക്ഷനാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി. അപ്പം ഞാൻ ഏറ്റവും ആദ്യം പ്രാർത്ഥിച്ചതേയും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, എനിക്ക് ഒന്നുകൂടെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന് തന്നെയായിരുന്നു. ഞാനിവിടെ അന്ന് റിജക്ഷൻ ആയ അന്ന് ഞാൻ ജോലിക്കൊന്നും പോയില്ല. ഇവിടെ വന്നിരുന്ന മാതാവിൻ്റെ അടുക്ക് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കൂടുതൽ പത്രമൊക്കെ മേടിച്ചു കൊണ്ടുപോയി, ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു. അങ്ങനെ ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പം ആണെങ്കിലും അച്ഛൻ്റെ ധ്യാനം കൂടുവാണെങ്കിലും അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നവർ നിങ്ങൾ വിഷമിക്കരുത്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ സമയമാകുമ്പോഴേ നിങ്ങൾക്കെല്ലാം ശരിയായി വരുമെന്നൊക്കെ. അങ്ങനെ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്തു. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു ഞാൻ. പക്ഷേ രണ്ടാമതും എനിക്ക് റിജക്ഷൻ തന്നെയാണ് കിട്ടിയത്. അടുത്ത മാസം തന്നെ എനിക്ക് റിജക്ഷൻ കിട്ടി. പിന്നെ മൂന്നാമത്തെ അപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു പ്രാവശ്യം റിജക്ഷൻ കിട്ടിയാൽ പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാനോ എനിക്ക് പോകാനോ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അങ്ങനെ ഞാൻ പിന്നെയും മൂന്നാമത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം ഉടനെ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു SOP റൈറ്ററുണ്ട്, അപ്പം നമ്മൾ എങ്ങനെയാണ് വിസയുടെ കാര്യങ്ങളും നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ആ പുള്ളിക്കാരി ഞാൻ ആദ്യം സബ്മിറ്റ് ചെയ്ത SOP വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ SOPയിൽ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല, എന്തിനാണ് നിങ്ങളിത് എടുത്തതെന്ന്. അപ്പോൾ അതിന് 2 പോയിൻറ്റ്സ് ജോസ്ലിൻ തന്നെ പറഞ്ഞു തരണം, എങ്ങനെയാണ് ഞാൻ SOP എഴുതി തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മനസ്സിൽ തോന്നിയ 2 കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം തൃപ്തിയായി. പുള്ളിക്കാരി എനിക്ക് SOP എഴുതി തരികയാണ്. അങ്ങനെ ഞങ്ങൾ ജനുവരി 18-ാം തീയതി മൂന്നാമത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നത്. ശരിക്കും ഞങ്ങൾക്ക് വിസ കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഏജുണ്ട്, എൻ്റെ ഹസ്ബൻഡിനും ഏജുണ്ട്, എൻ്റെ 2 പിള്ളേരുൾപ്പെടെ ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. ശരിക്കും മെറിറ്റ് ബേസ് എനിക്ക് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജനുവരി 18-ന് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. ഫെബ്രുവരി 3 ആയപ്പോഴേക്കും എനിക്ക് വിസ പ്രോസസ്സ് അപ്രൂവ്ഡായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഏപ്രിൽ 19-ന് ഞങ്ങൾ ഫാമിലിയായിട്ട് കാനഡയ്ക്ക് പോവുകയാണ്. മാതാവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ശരിക്കും എനിക്കൊരു അർഹത ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയതല്ല, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുഞ്ഞ് അവൾ ഉണ്ടായപ്പോൾ തൊട്ട് അവൾക്ക് ഇങ്ങനെ സ്കിന്നിൽ എപ്പോഴും വെയിലൊക്കെ കൊണ്ടാലോ ഒക്കെ ഒരു ഇഷ്യമ പോലെ വരുമായിരുന്നു. അവൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അവൾ UK യിലാണ്. എന്നാൽ അവൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൾ ഇപ്പോഴും ഇങ്ങനെ കഴുത്തേലൊക്കെ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ചൊറിയുമൊക്കെ ആയിരുന്നു, ഇങ്ങനെ ഇഷ്യമ പോലെ വന്നിട്ട്. അപ്പം അവൾക്ക് UK പോയിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് അത് വെച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പം കുഞ്ഞിന് അതില്ല, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒന്നും പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില ഫുഡുകളൊന്നും പിടിക്കില്ല. അപ്പോൾ എൻ്റെ ചെറിയ മോന് ഇതുപോലെ ഈ ചുണ്ടിൽ ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി എപ്പോഴും ഇങ്ങനെ ഒരു വീർത്തിരിക്കും, തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകും, ഡ്രൈ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു, മോളെ നീ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞാൻ 2-3 ദിവസം പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പം അതില്ല എൻ്റെ കുഞ്ഞിന്, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷേ ഇപ്പം അതില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അപ്പോൾ എൻ്റെ മൂത്ത മോനാണിത്, ഇവൻ എന്നോട് പറഞ്ഞു, നേരത്തെ അവന് ഈ ഉപ്പൂറ്റിക്ക് ഇങ്ങനെ വേദന വരുമായിരുന്നു. എന്നിട്ട് അവനിങ്ങനെ കാല് പൊക്കിയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പൊക്കി നടക്കുന്നതിന് വഴക്ക് പറയും, അപ്പോൾ ഉപ്പൂറ്റിക്ക് എങ്ങനെ വേദനയുണ്ടെന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം അവൻ എന്നോട് പറഞ്ഞു, അമ്മ സാക്ഷ്യം പറയുമ്പം പറയണം എൻ്റെ ഉപ്പൂറ്റിയുടെ വേദന മാറി, അമ്മ പ്രാർത്ഥിച്ച് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഉപ്പൂറ്റി വേദനയില്ല, അമ്മ അത് സാക്ഷ്യം അമ്മയുടെ അനുഗ്രഹമായിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഇനി പറയാത്തതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഉടമ്പടിയിൽ എനിക്കെന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറവുകളുണ്ട്, എന്നാൽ കൂടിയും ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അമ്മ മാതാവിനും അങ്ങേ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട്, ഞാൻ ആദ്യം ഉടമ്പടി വെച്ചപ്പോഴെല്ലാം എൻ്റെ നിയോഗങ്ങളായിരുന്നു വെച്ചത്. രണ്ടാമത് ഉടമ്പടി വെച്ചപ്പം ആദ്യം എൻ്റെ കുടുംബത്തെയും കൂടുതലായിട്ട് വിശ്വാസത്തിൽ നടത്തണമെന്നാണ് ഞാൻ അതിൽ വെച്ചത്. അപ്പം ഇപ്പം ഉടമ്പടി
എടുത്തതിന് ശേഷം എനിക്ക് കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്നുണ്ട്. ഞാൻ അധികം ബൈബിൾ വായിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഞാൻ ബൈബിൾ വായിക്കും. കൃത്യമായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കും. കുറേ കാര്യങ്ങൾ ബൈബിളിൽ എനിക്ക് അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യമൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഇതുപോലെ ഇത്രയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ആദ്യമൊന്നും കൃപാസനത്തിൽ വരുന്നതിനോടൊന്നും വലിയ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ആരോടെങ്കിലും മാതാവിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പം പുള്ളി എൻ്റെ കൂടെ ഒപ്പം അതുപോലെ തന്നെ സംസാരിക്കും. അതുപോലെ പത്രം കൊടുക്കുന്ന കാര്യമൊക്കെ എല്ലാം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ദൈവവിശ്വാസം കൂടെ അത്രയും വളർന്നു. അപ്പോൾ അത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ ഇങ്ങനെ നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹം തന്നതിന് 1000 നന്ദി.